ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി 8:30 നമ്മളിവിടെ ജയ്പൂരിലെത്തി കേട്ടോ. ഇവിടെ എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഒരു ബസ്സിലാണ് വന്നത്. ടാക്സിക്കുള്ള ബസ്സല്ലേ, അത് ചെറുതായിട്ട് പൈസയെല്ലാം പൊട്ടി. പിന്നെ ഇവിടെ രാത്രി എത്ര മണിക്ക് എത്തി? 8:30 എത്തി. ഇവിടെ റൂമിന് ഒരുപാട് തപ്പി. മലയാളികളായതുകൊണ്ട് തന്നെ ഒരു മുടിഞ്ഞ റേറ്റാണ് പറയുന്നത്. അവസാനം നമുക്ക് 1000 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം കിട്ടി. എന്നിട്ട് ഇപ്പോൾ ആ റൂമിൽ നമ്മൾ പെട്ട്. അപ്പോൾ ആ റൂമൊന്ന് കാണിച്ചു തരാം. കുഴപ്പമില്ല, ചെറിയൊരു തറവാട്ടിലെ പഴയ റൂമാന്ന് വിചാരിച്ചിട്ട് കിടക്കുന്നു. ഇപ്പോൾ കംഫർട്ടബിൾ അല്ലേ ഷാബാസ്? നീ പിന്നെ നമുക്ക് ഉറങ്ങിയും ബാഗും ഒക്കെ വേണ്ടു. അതുകൊണ്ട് കൂടുതൽ നമ്മൾ കെയർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്പോട്ട് കിട്ടി. ഒരു തമിഴന്മാരാണ് കേട്ടോ, സൗത്ത് ഇന്ത്യൻ ഡിഷ്. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവരെ നമുക്ക് റൂം സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ട് അപ്പുറം കൊണ്ടുപോയി. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അവരോട് പറ്റിക്കാന്ന്. എങ്ങനെയുണ്ട്? ആക്ച്വലി ടോട്ടലി പ്രശ്നമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ വന്ന് കഴിച്ചു. അപ്പോൾ അതിന് അവർ മൊത്തം ഫുൾ ഷൗട്ടൊക്കെ ചെയ്ത് ഫുൾ ചെയ്യാൻ. നമ്മളെ കാര്യമല്ല, വേറെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫൈനലി ഹവാ മഹലിലെത്തി. ഇനി ഇതിൻ്റെ ഇത് അവിടെ കാണുന്ന കഫേയുടെ മുകളിൽ കയറി ഇന്നാലും നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. അവിടുന്ന് ഒരു ജ്യൂസ് വാങ്ങും, ഒരു ജ്യൂസ് വാങ്ങി കുടിക്കാം. നമ്മളിവിടെ കഫേയുടെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരൊക്കെയുള്ള ബിസിനസ്സാണ്. എന്താണെന്ന് വെച്ചാൽ അതായത് പെർ പേഴ്സൺ 200 ടിക്കറ്റ് എടുക്കണം, ഒരു കവർ ചാർജ്. അതിനുശേഷം അവിടെ മുകളിലുള്ള കഫേന്ന് അവർ ഇതാണ് കഫേ. ഈ കഫേന്ന് സാധനം വാങ്ങി കഴിക്കണം. അപ്പം ബാലൻസ് എമൗണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ട് തരികയും ചെയ്യില്ല. അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് കിട്ടി. അത് നല്ലൊരു ഐഡിയ. ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണ്ടേ? ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന കേട്ടോ. കാരണം ഇവിടെ ഇത്രയും ക്യൂ. ഇവിടെ ഈ ഫ്രീ എൻട്രി ഉണ്ട് കേട്ടോ. 30 മാർച്ച്, പിന്നെ 15 ഏപ്രിൽ, 18 മെയ്, 27 സെപ്റ്റംബർ. സ്റ്റുഡൻസിന് സ്പെഷ്യൽ കൺസെഷൻ. സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ 20 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. സ്റ്റുഡൻസ് ഐ ഡി ഉണ്ടെങ്കിൽ. ഫോറിനേഴ്സിന് എത്രയാണ്? 400 രൂപ. പിന്നെ സ്റ്റുഡൻ്റ് ഐ ഡി അതിൽ വാലിഡ് ആകുന്നുണ്ടോ നോക്കുന്നത്? സ്റ്റുഡൻസ് ഐ ഡി ഒക്കെ വേണം, പക്ഷെ നടക്കില്ല. പത്തൊന്ന് കുറേ ഫോട്ടോ എടുത്തില്ല, അത് മതി. അങ്ങനെയൊക്കെ ഒരു ഫോട്ടോക്ക് 200 രൂപ. हवा महल में मिनिएचर देखिए ये मॉडल है मैम, गवर्नमेंट लगा रखा है दिखाने के लिए. അതായത് എൻട്രൻസ് കാണാൻ, എൻട്രൻസ് അല്ല അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി പോയ നമ്മുടെ റോഡ്. അതായത് എക്സാക്ട് മിനിയേച്ചർ ആണ് കേട്ടോ. ടോട്ടലി എങ്ങനെ ഉള്ളത് അതാണ്. നാഗർ ഫോട്ടോ ആണ് കേട്ടോ. അവിടെ മിക്കവാറും നാളെ പോകാനൊക്കെ. ഇന്നലെ ആംബർ പാലസിൽ കൂടി പോകും. അത് ഇവിടുന്ന് ശേഷം ഹവാ മഹലിന് ശേഷം ഇതെങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ 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 പിന്നെ എങ്ങനെ കട്ട് ചെയ്യാം? ആ മേലത്തെ മാത്രം എടുക്കും. ആ അല്ല, മുള്ളിങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ജൽമഹലിന്റെ പുറത്താ ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് പാനിപ്പൂരി കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പോവേ. എത്രയാണ്? 20. एक TTC पिज़्ज़ा, 3 चाय, एक मोमो. कुल्हड़ में ना चाहिए, कुल्हड़ चाहिए, कुल्हड़. कुल्हड़ नहीं. गिलास.
അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഐറ്റം ഇതെന്താ മോമോസ് നോർമൽ നോർമൽ ഇതാണ് സ്റ്റീംഡ് ആയിരിക്കും. പറയാൻ മതി നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്ത വറുത്തതല്ല ഇത് പൊരിച്ചതാ. ഇത് എന്തിനാണ് 9? ഇത് റേറ്റ് കുറവല്ല എത്രയാണ്? അത് മർജാന പറ്റൂല. 160. നല്ല ടേസ്റ്റ് ഉണ്ട്. സുഫിയാൻ ഇവിടെ എല്ലാരും കയ്യിലെടുത്ത് ഒന്നും പറയാനില്ല. ഇവിടെ ഡിസ്കൗണ്ടിൽ തന്നിട്ടുണ്ട് അല്ലേ സുഫിയാനെ? സുഫിയാനെയും മറ്റേ ഷഹബാസിനെയും കൊണ്ട് ഇവരിടുന്ന റിവ്യൂ എല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട്. ഇവിടെ അത്യാവശ്യം വില കുറവാണ് കേട്ടോ. ഇവിടെ ജയ്പൂരിൽ വന്നിട്ട് ഇവിടെ പുറത്തെല്ലായിടത്തും ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഫുഡിന് ഭയങ്കര പൈസയാണ്. അത് വെജായിരിക്കും കൂടുതലും. അപ്പോൾ ഈ ഒരു കഫേയിൽ അത്യാവശ്യം വില കുറവാണ്. പിസ്സ, മോമോസ് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വില കുറവാണ്. നമ്മൾ ആംബർ ഫോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഫേന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ പറ്റിയില്ല. കാരണം വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിയുന്ന സമയത്ത് ഏകദേശം 6 മണി ആവാറായി. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹവാമഹൽ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ചു. നൈറ്റ് നല്ല വ്യൂ ആണെന്ന് അറിയാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഹവാമഹൽ നൈറ്റ് ആ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വേറെ എവിടെ നിന്ന് പോകാനില്ല. അറിയില്ല, സ്ഥലമൊന്നും കൂടുതൽ അറിയിട്ടില്ലേ. അവിടെ ആംബർ ഫോർട്ടിലും പിന്നെ നഹാഗർ ഫോർട്ട് അല്ലേ, അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഇന്ന് ഇതാണ് നൈറ്റ് ഏകദേശം ക്ലോസ്ഡ് ആണ് മഗ്‌രിബിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് നേരെ ഇവിടുത്തെ നൈറ്റ് വ്യൂവും കണ്ട് സ്ട്രീറ്റിലൊന്നും നടന്നില്ല. പക്ഷെ എല്ലായിടത്തും നല്ല പൈസയുണ്ട്. ടൂറിസ്റ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല പൈസയുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മെട്രോ കയറിയിട്ട് മെട്രോ ഒക്കെ എത്രയാ? മെട്രോ ഒരാൾക്ക് 12 രൂപ. ഇവിടുന്ന് 12 എന്ന് പറയുമ്പോൾ ടോട്ടൽ 48 രൂപ. ഇവിടെ ആകെ അത്രയേ ഉള്ളൂ. ലൈനും അത്രയേ ഉള്ളൂ. 2 ലൈനാണ്, പിങ്ക് ഗ്രീനും. ഇപ്പോൾ ഇവിടുന്ന് മെട്രോ കയറിയിട്ട് നേരെ റൂമിലേക്ക് അവിടുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി ചില്ലാവണ്ടേ. അതിനുശേഷം ഉറങ്ങും. നാളെ അജ്മീറിൽ പോകാനാണ് പ്ലാൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.